14 ലക്ഷം രൂപ നമുക്കിവിടെ അപ്രൂവ് ആയത് കാണാനായിട്ട് പറ്റും. 34,070 രൂപ വെച്ച് 5 വർഷത്തേക്കാണ് നമുക്ക് EMI വന്നിട്ടുള്ളത്. അപ്പോൾ ഈ ലോൺ എങ്ങനെ കിട്ടുമെന്ന് നോക്കാം. അപ്പോൾ ഈ 14 ലക്ഷം രൂപ നമുക്കിവിടെ അപ്രൂവ് ആയത് നിങ്ങൾ കണ്ടു. അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ എന്താണ് പറഞ്ഞു വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ 14 ലക്ഷം രൂപ നമുക്ക് അപ്രൂവ് ആയത് എങ്ങനെയാണ്, വിത്തൗട്ട് ഒരു സാലറി സ്ലിപ്പ്, ബാങ്ക് സ്റ്റേറ്റ്മെന്റ് മാത്രം ഉപയോഗിച്ച് ഒരു പേഴ്സണൽ ലോൺ പോലെ തന്നെയാണ് നമുക്കൊരു 5 വർഷത്തേക്കാണ് കിട്ടിയേക്കുന്നത്. ഇത്രയും വലിയ എമൗണ്ട് നമുക്ക് എങ്ങനെ എടുക്കാനായിട്ട് പറ്റും. അപ്പൊ ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത്. നമ്മൾ ഇതിന്റെ ഫുൾ പ്രൊസീജിയറാണ് നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത്. അപ്പൊ നിങ്ങൾക്ക് ഓക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് ഇത് കേട്ട് ഇത് ഫോളോ അപ്പ് ചെയ്യാവുന്നതാണ്. അതല്ലാതെ ഒരു ആപ്ലിക്കേഷനോ കാര്യങ്ങളോ ഒന്നല്ല. നമ്മൾ പറയുന്ന പ്രൊസീജിയർ നിങ്ങൾ ഫുൾ കേൾക്കുവാണെങ്കിൽ ചിലപ്പോൾ 2 ദിവസം നിങ്ങൾക്ക് എടുക്കുള്ളൂ. അതിനുള്ളിൽ ഈ എമൗണ്ട് നമ്മുടെ ബാങ്ക് അക്കൗണ്ടിലോട്ട് കിട്ടും. ഇനി മന്തിന്റെ ഒക്കെ ആണെങ്കിൽ ചിലപ്പോൾ 1 ദിവസം മാക്സിമം, അതിനുള്ളിൽ നമുക്ക് ഈ എമൗണ്ട് നമ്മുടെ ബാങ്ക് അക്കൗണ്ടിലോട്ട് കിട്ടും. അപ്പൊ നമ്മുടെ ഇന്നത്തെ വീഡിയോയിൽ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ വിത്തൗട്ട് നമുക്കൊരു സാലറി സ്ലിപ്പോ കാര്യങ്ങളൊന്നും ഇല്ലാതെ പ്രോപ്പർ ആയിട്ട് നല്ലൊരു ബാങ്ക് സ്റ്റേറ്റ്മെന്റ് ഉണ്ട് എങ്കിൽ, അല്ലെങ്കിൽ ഒരു ITR ഉണ്ട് എങ്കിൽ, ITR ഇല്ലെങ്കിൽ കൂടി പ്രോപ്പർ ആയിട്ട് നല്ല ട്രാൻസാക്ഷൻ നടക്കുന്ന ഒരു ബാങ്ക് സ്റ്റേറ്റ്മെന്റ് നമുക്കൊരു സ്ഥാപനം, എന്തെങ്കിലും ഒരു സ്ഥാപനം അല്ലെങ്കിൽ ഒരു ബിസിനസ്, ഇനിയിപ്പോ ഒരു വർക്ക് ചെയ്യുന്നെങ്കിൽ തന്നെ അത് സ്ഥാപനമെങ്കിലും കാണിക്കാനായിട്ടുള്ള ആൾക്കാരാണെങ്കിൽ, സാലറി സ്ലിപ്പ് ഇല്ലാത്തൊരു സ്ഥാപനമാണെങ്കിൽ കൂടി അത് കാണിക്കാൻ പറ്റുന്ന ഒരാളാണെങ്കിൽ നിങ്ങൾക്ക് ഈ ലോൺ ചെയ്യാനായിട്ട് പറ്റും. അപ്പൊ നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ അങ്ങനെയുള്ള ലോണിനെ പറ്റിയാണ് പറഞ്ഞു വരുന്നത്. ഇതിനെപ്പറ്റി നിങ്ങൾ കേട്ടിട്ടുണ്ടാവും, കാർ ടോപ്പ് അപ്പ് എന്നാണ് പറയാം, അല്ലെങ്കിൽ ടേക്ക് ഓവർ ടോപ്പ് അപ്പ് എന്നൊക്കെ പറയും. ടോപ്പ് അപ്പ് ലോൺ എന്നൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും, കാർ ടോപ്പ് അപ്പ് ചെയ്യുക. അപ്പൊ നിങ്ങൾക്ക് ഇതിന് വേണ്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളൊരു കാറുള്ള ഒരാളായിരിക്കണം. നിങ്ങളൊരു EMI ഇട്ടിട്ടൊരു കാർ എടുത്തിട്ടുണ്ട് കുറച്ചു കാലം മുന്നേ, ഒരു 2015 മോഡൽ, ഏത് കാർ വേണമെങ്കിൽ ആയിക്കോട്ടെ, 2015 തൊട്ടുള്ള ഒരു കാറ് നിങ്ങൾ EMI ഇട്ട് എടുത്തിട്ടുണ്ട്. ഒരു 9 മാസത്തെ EMI ആ കാറിന്റെ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളൊരു 200% ആ ലോൺ ടോപ്പ് അപ്പ് ചെയ്ത് തരും. അപ് ടു 200% ആ ലോൺ ചെയ്തു തരാൻ പറ്റും. അപ്പോൾ ആ കാറിന് ഒരു 4 ലക്ഷം രൂപ വിലയുള്ള ഒരു കാറാണ്, അതിന്റെ 9 EMI കറക്റ്റ് ആയിട്ട് അടച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇത് ചെയ്യാനായിട്ട് പറ്റും. അപ്പൊ നിങ്ങളുടെ കയ്യിലുള്ള ഒരു കാറ് ഒരു 2015 സ്വിഫ്റ്റ് ആണ്, അതിനൊരു 3 ലക്ഷം രൂപയാണ് നിങ്ങൾ എടുക്കുന്ന സമയത്ത് എടുത്തിട്ടുള്ളത്. പക്ഷെ അതിനൊക്കെ വാല്യൂ ആ കാറിനുണ്ടെങ്കിൽ അത് കുറച്ചുകൂടി നല്ലതാണ്. അപ്പൊ 3 ലക്ഷം രൂപയ്ക്കാണ് നമ്മൾ ലോൺ ഇട്ടേക്കണേന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ കാർ വാല്യൂവിന് ഇപ്പോൾ ഒരു 3 ലക്ഷം രൂപ ടോട്ടൽ കാറിന് വാല്യൂ ഉണ്ടെങ്കിൽ 6 ലക്ഷം രൂപ വരെ നമുക്ക് 5 വർഷത്തെ ടെന്യൂറിൽ ലോൺ ഇട്ട് തരാനായിട്ട് പറ്റും. അതാണ് നമ്മുടെ കാർ ടോപ്പ് അപ്പ് എന്ന് പറയുന്നത്. ഇതിനായിട്ട് നമുക്ക് നമ്മുടെ ബാങ്ക് സ്റ്റേറ്റ്മെന്റ് മാത്രം, നല്ല കൊള്ളാവുന്ന ഒരു സ്റ്റേറ്റ്മെന്റ്, അതുപോലെ തന്നെ ഇൻകം പ്രൂഫ് ഇല്ലെങ്കിൽ കൂടി നിങ്ങളുടെ സിബിൽ പെർഫെക്റ്റ് ആയാൽ മതി. നമുക്ക് നമ്മുടെ കയ്യിലുള്ള കാർ വാല്യൂവിന്റെ 200% വരെ ചെയ്യാൻ പറ്റും. ഇപ്പൊ നിങ്ങളുടെ കയ്യിലുള്ളത് ഒരു ഫോർച്യൂണർ ആണ്, ഒരു 15 ലക്ഷം രൂപ വാല്യൂ ഒക്കെ ഉള്ള ഒരു ഫോർച്യൂണർ ആണെങ്കിൽ അപ് ടു 30 ലാക്ക് വരെയൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റും. അപ്പൊ അതാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോയിൽ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത്. പക്ഷേ ഈ 30 ലാക്ക് വരെയൊക്കെ ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ പ്രൊഫൈൽ കുറച്ചുകൂടി നല്ലതായിരിക്കണം. അങ്ങനെ ഉണ്ടെങ്കിലാണ് 30 ലാക്ക് വരെ ചെയ്യുള്ളൂ. അപ്പൊ അങ്ങനെ ചെയ്യുന്ന സമയത്ത് ഇപ്പൊ 30 ലാക്ക് വരെ നമുക്ക് കിട്ടുന്നുണ്ടെങ്കിൽ നമ്മുടെ ഈ കാർ ഉണ്ടല്ലോ, ഓൾറെഡി നമുക്കൊരു 15 ലക്ഷം രൂപ ഈ വിലയുള്ള കാർ നമ്മൾ ഓൾറെഡി ഫിനാൻസ് ചെയ്യുന്നുണ്ടെങ്കിൽ നമുക്ക് ഈ കിട്ടുന്ന 30 ലാക്കിൽ നിന്ന് ഈ കാറിന്റെ വില 15 ലക്ഷം രൂപ നമ്മൾ ലോണായിട്ട് വേറൊരു കമ്പനിയിൽ അല്ലെങ്കിൽ ഒരു ബാങ്കിൽ ഇട്ടിട്ടുണ്ടാവും. ആ ലോൺ അവർ അടച്ചു തീർക്കും. എന്നിട്ട് നമുക്കൊരു 30 ലക്ഷം ടോട്ടൽ പുതിയൊരു ലോണായിട്ട് ഇട്ട് തരും. അപ്പൊ നമ്മുടെ കയ്യിലോട്ട് ശരിക്കും പറഞ്ഞാൽ ഒരു 15 ലക്ഷം കിട്ടും. ഇപ്പൊ നമ്മൾ റീസെന്റ് ചെയ്തതാണ്, നിങ്ങൾ ഈ വീഡിയോയിൽ കണ്ടത്. ഞാൻ ചെയ്തതാണ്. നമ്മുടെ ഒരു പോളോ 2021 മോഡല് പോളോ ആയിരുന്നു വണ്ടി. അത് നമ്മൾ ടോപ്പ് അപ്പ് ഫിനാൻസ് ചെയ്തു. എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ എക്സിസ്റ്റിംഗ് ഫിനാൻസ് നിസാൻ റിനോൾട്ട് എന്നൊരു കമ്പനി ആയിരുന്നു, നോൺ ബാങ്കിങ് ഫിനാൻഷ്യൽ കമ്പനി ആയിരുന്നു. നമുക്ക് അതിന് ഏകദേശം ഒരു 5.6 ലാക്കോളം ടോട്ടൽ ഫിനാൻസ് എടുപ്പുണ്ടായിരുന്നു. നമ്മളത് ചെയ്തത് ഒരു എമർജൻസി വന്ന സമയത്ത് നമ്മളത് വേറൊരു ഫേമിനെ കോൺടാക്ട് ചെയ്ത് അത് ടോപ്പ് അപ്പ് ചെയ്തു. നമ്മളതെന്ന് പൂലാവാര ഫിൻകോർപ്പ് എന്നൊരു NBFCയിലേക്ക് മാറ്റി. ആ ടോപ്പ് അപ്പ് ലോൺ 14 ലക്ഷം ആയിരുന്നു. ആ 14 ലക്ഷത്തിൽ നിന്ന് നമ്മുടെ 5.6 നമ്മൾ അങ്ങ് അടച്ചു, ക്ലോസ് ആക്കി. അത് അവർ തന്നെ എല്ലാം ചെയ്തു തരും. അത് ക്ലോസ് ആക്കിയിട്ട് ബാലൻസ് എമൗണ്ട് നമ്മുടെ അക്കൗണ്ടിലോട്ട് കിട്ടും. അതാണ് പ്രൊസീജിയർ. അപ്പൊ എനിക്കൊരു 8.7 സംതിങ് ആണ് അക്കൗണ്ടിലോട്ട് കിട്ടുക. ടോപ്പ് അപ്പ് ക്ലോസ് ചെയ്ത് 8.7 നമ്മുടെ അക്കൗണ്ടിലോട്ട് കിട്ടും. വിത്തൗട്ട് വലിയൊരു ഇൻകം പ്രൂഫ് കാര്യങ്ങളൊന്നും ഞാൻ കൊടുത്തിട്ടില്ല, ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളാണ്. ഇനി നിങ്ങൾക്ക് ഇത് കിട്ടണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടത്രേ ഉള്ളൂ. നിങ്ങളുടെ കയ്യിലൊരു കാർ ഉണ്ട്, അതിന്റെ 9 EMI നിങ്ങൾ കറക്റ്റ് ആയിട്ട് അടച്ചിട്ടുണ്ട്, സിബിൽ സ്കോറിൽ വലിയ പ്രശ്നമോ കാര്യങ്ങളൊന്നും ഇല്ല, ബാങ്ക് സ്റ്റേറ്റ്മെന്റ് കുഴപ്പമില്ല, ഇനി സ്ലിപ്പ് ഉണ്ടെങ്കിൽ, സാലറി സ്ലിപ്പ് ഉണ്ടെങ്കിൽ ഏറ്റവും നല്ലത്, അല്ലെങ്കിൽ ITR ഉണ്ടെങ്കിൽ ഏറ്റവും നല്ലത്. ഇത്രയും കാര്യങ്ങൾ ഉണ്ടെങ്കിൽ നിങ്ങൾ നമ്മളെ കോൺടാക്ട് ചെയ്യുക. നമ്മൾ അവരുമായിട്ട് നിങ്ങളെ കണക്ട് ചെയ്ത് തരും. ആ കണക്ട് ചെയ്ത് തന്നു കഴിഞ്ഞാൽ ഫസ്റ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ ഫയല് അവർ വെരിഫൈ ചെയ്തിട്ട് ഏതെങ്കിലും ഒരു NBFC അല്ലെങ്കിൽ ഒരു ബാങ്കിൽ കൊടുക്കും. അത് കൊടുത്തു കഴിഞ്ഞാൽ ബാക്കി അവരോട് ഒന്ന് ഫോളോ അപ്പ് ചെയ്യും. ഇത്ര കാര്യങ്ങളും നിങ്ങളുടെ കുറച്ച് ബേസിക് ആയിട്ടുള്ള ഡോക്യുമെന്റ്സ് മേടിക്കും, ബാങ്ക് സ്റ്റേറ്റ്മെന്റ്, ആധാർ കാർഡ്, പാൻ കാർഡ്, ഇത്രയും കാര്യങ്ങൾ നിങ്ങളുടെ കയ്യിൽ നിന്ന് മേടിക്കും. ആ വാങ്ങിച്ചതിന് ശേഷം അത് അവർ ലോഗിൻ ചെയ്യും. പിന്നെ കുറച്ച് 3 വെരിഫിക്കേഷൻ ഉണ്ട്. ഈ 3 വെരിഫിക്കേഷൻ ഒക്കെ ഒരു ദിവസം കൊണ്ട് കംപ്ലീറ്റ് ആവുന്ന വെരിഫിക്കേഷൻ ആണ്. ഒന്ന് വണ്ടിയുടെ ഒരു വാല്യുവേഷൻ ആണ്, രണ്ടാമത്തെ നമ്മുടെ കയ്യിലുള്ള വണ്ടിയുടെ വാല്യുവേഷൻ, ഒന്നാമത്തെ, രണ്ടാമത്തെ നമ്മുടെ വീടിന്റെ ഒരു വാല്യുവേഷൻ, മൂന്നാമത്തെ എന്ന് പറയുന്നത് നമ്മുടെ വർക്ക് ചെയ്യുന്ന ഓഫീസിന്റെ അല്ലെങ്കിൽ നമ്മൾ റൺ ചെയ്യുന്ന സ്ഥാപനത്തിലുള്ള വെരിഫിക്കേഷൻ. ഈ 3 വെരിഫിക്കേഷൻ
രജിസ്ട്രേഷൻ കഴിഞ്ഞ് ഓൾമോസ്റ്റ് കംപ്ലീറ്റ് ആയി. ഈ കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നെക്സ്റ്റ് ഡേ തന്നെ നമുക്ക് ഒരു ഓഫർ അറിയാനായിട്ട് പറ്റും. നമ്മുടെ പ്രൊഫൈൽ വാല്യൂറ്റ് ചെയ്തിട്ടുള്ള ഒരു ഓഫർ, പിന്നെ നമ്മൾ എഗ്രിമെന്റ് ചെയ്യുക, ഇമാൻഡേറ്റ് ചെയ്യുക. ഇത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ എക്സിസ്റ്റിംഗ് ഫിനാൻസ് അവർ ക്ലോസ് ചെയ്തിട്ട് ബാലൻസ് എമൗണ്ട് നമ്മുടെ അക്കൗണ്ടിലോട്ട് ഇട്ട് തരും. ആ ബാക്കി ഗൈഡ് ലൈൻസ് ഒക്കെ അവർ അവിടെ നിന്ന് പ്രൊവൈഡ് ചെയ്യും. ഇതാണ് കാർ ടോപ്പ് അപ്പ് എന്ന് പറയുന്നത്. അപ്പൊ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇങ്ങനെ ടോപ്പ് അപ്പ് ചെയ്യണമെന്നുണ്ടെങ്കിൽ, ഇങ്ങനെ ഒരു ലോൺ ആയിട്ട് നിങ്ങളുടെ അക്കൗണ്ടിലോട്ട് കിട്ടണമെന്നുണ്ടെങ്കിൽ നമ്മളെ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. നമ്മൾ വേണ്ട ഹെൽപ്പും കാര്യങ്ങളൊക്കെ ചെയ്തു തരുന്നതായിരിക്കും. അപ്പൊ ഇത്രയുള്ളൂ നമ്മുടെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനുള്ള ബെല്ലൈക്കൻ ക്ലിക്ക് ചെയ്ത് നോട്ടിഫിക്കേഷൻ ഓൺ ചെയ്യുക. വീഡിയോ എല്ലാവർക്കും നന്ദി, താങ്ക് യു.